വെറൈറ്റി ബൊഗൈൻവില്ലകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് ഇരിങ്ങാലക്കുട അടുത്തുള്ള ഔട്ടത്തൂരിലേക്കാണ്. ഇവിടെ ബൊഗൈൻവില്ല മാത്രമല്ല, ബൊഗൈൻവില്ലയും ഓർക്കിഡും തമ്മിൽ സൗന്ദര്യ മത്സരം നടത്തുന്ന ഒരു ഗാർഡനിൽ. ഈ ഗാർഡനിൽ എത്തിയാൽ നമുക്ക് തോന്നുന്ന ഒരു സംശയം, ബൊഗൈൻവില്ലയാണോ സുന്ദരി അതോ ഓർക്കിഡാണോ സുന്ദരി എന്നുള്ളതാണ്. എൻ്റെ വീട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഔട്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ പേര് ആനി സെബാസ്റ്റ്യൻ. എനിക്ക് ഓർക്കിഡ് ഈ വർഷം തൊട്ട് പ്ലസ് വെറൈറ്റി ബോഗിൻവില്ലകളുടെയും കൂടി കളക്ഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോഗിൻവില്ല വേണ്ടവർക്കും ഓർക്കിഡ് വേണ്ടവർക്കും എന്താ പേര് സിജി നമ്പർ കൊടുക്കുക. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ഓർക്കിഡിലേക്ക് വന്നിട്ട് ഒരു 18-19 വർഷമൊക്കെ കഴിഞ്ഞു. ബോഗൻവില്ല ആദ്യം ഉണ്ടായിരുന്നു നാടൻ, ഒരു 30 വർഷങ്ങൾക്ക് മുന്നേ. പിന്നീട് അത് കുറെ നാളൊക്കെ കൊണ്ട് നടന്നു നാടൻ വെറൈറ്റി. ഇപ്പോഴാണ് ഹൈബ്രിഡ് ഇനത്തിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ല. നമുക്ക് ഓർക്കിഡിന്റെ ഓരോ വെറൈറ്റി നോക്കിയാലോ? അത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ആളുകൾ ഇത് കണ്ട് ഇപ്പൊ മടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ ഇപ്പൊ വാൻഡ കളക്ഷനാണ്. ഈ ഇരിക്കണത് ഫുള്ള് വാൻഡയാ. ആദ്യം ഈ സ്ഥലത്ത് ഫുള്ള് മൊക്കാറിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാനത് വാൻഡ പൊട്ടിയില് വെച്ചപ്പോ അതിനൊരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി. അപ്പൊ എന്നാ പിന്നെ വാൻഡകളാവട്ടെ കളക്ഷൻ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഫ്രീക്വന്റ് ബ്ലൂമിങ് വാൻഡകളാണ്. ആ യെല്ലോ വാൻഡയല്ല, യെല്ലോ മൊക്കാറിയ. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഓരോ തരം വാൻഡകളാണ്. പേരുണ്ടോ അതോ? പേരുണ്ട്, എനിക്കിപ്പോ പെട്ടെന്ന് മറവി ഉണ്ട്. ഇത് മിക്കാസ പിങ്ക്, അത് മിക്കാസ ബ്ലൂ, ഇത് നല്ല ഭംഗിയുള്ള പൂവ്. അത് ജൈറാക്ക് ഓറഞ്ച്. ജൈറാക്ക് ഓറഞ്ച്. ഇതൊക്കെ എത്ര വർഷം പ്രായമുള്ള ചെടിയായിരിക്കും ഇതൊക്കെ ഏകദേശം? ഇതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ബ്ലൂമിങ് ആയിട്ട് ഇപ്പൊ ഒരു 1.5 വർഷമൊക്കെ ആയിട്ട് ഉണ്ടാവണം. ചിലതൊക്കെ എനിക്ക് ഫ്രഷ് കിട്ടിയതുണ്ട്. ഇതൊക്കെ ഫ്രീക്വന്റ് ബ്ലൂമിങ്. ഓരോ ലീഫിന്റെ ഉള്ളിൽ നിന്നും ഫ്ലവർ വരും. അങ്ങനത്തെ ഇതിന്റെ പേര് സൺഷൈൻ, സുസ്മാരൻ സൺഷൈൻ എന്നങ്ങണ്ട. ഈ തൈലൻഡ് പേരൊക്കെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇത് ഇത്തിരി ഭംഗിയുള്ളതായിരുന്നു. ഇപ്പൊ പൂവ് ആടിയിട്ടതിന്റെ ജുവലറാക്ക് എന്ന് പറയാം. ഇത്തിരി കോസ്റ്റ്ലി ആണോ? ഇത്തിരി കോസ്റ്റ്ലി. ഇതൊക്കെ ഇങ്ങനെ സീസൺ അല്ലല്ല, ഇതിന് സീസൺ ഇല്ല. ഇതൊക്കെ ഒരുവിധം ഫ്രീക്വന്റ് ഒരു പൂ കഴിയുമ്പോഴേക്കും അടുത്ത പൂവ്. ഇതൊക്കെ ഭയങ്കര എന്തെന്ന് പറയണ്ട ഫാസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാ. റെഡ് ആൻഡ് പിങ്ക് എന്ന് പറയും. റെഡ് ആൻഡ് പിങ്ക് നല്ല ഭംഗിയുണ്ട്. അതന്നെ. ഇത് വൈറ്റ് ഡയമണ്ട്. ഇത് എനിക്കറിയില്ല ഫ്രീക്വന്റ് ആണോ എന്ന്. കാരണം ഞാൻ അധികം നാളായിട്ടില്ല. നമുക്ക് കയ്യിലിരുന്ന് ഫ്രീക്വന്റ് എനിക്ക് കൺഫേം ആണെങ്കിൽ മാത്രമേ ഞാൻ അത് പറയുള്ളൂ. പേര് ഡോണ്ടം കളർഫുൾ എന്തോ ഒരു, നമുക്കത് പറയാൻ തന്നെ കിട്ടില്ല. ഒക്കെ തൈലൻഡ് ഭാഷകളൊക്കെ നമുക്കത് ഭയങ്കര പാടാ പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ. ഭംഗിയുണ്ട്, അത്രേ അറിയുള്ളൂ. ഈ റെഡ് ഇത് ഇനി പേരില്ല, ഒരു നമ്പറാണ് അത്. 565 എപ്പോഴും ഫ്രീക്വന്റ് ബ്ലൂമിങ് ആണ്. 565 അതന്നെ. അതൊക്കെ എപ്പോഴും പൂവുണ്ടായി. അതുപോലെ ഇത് ഓറഞ്ച്, ഇതും ഭംഗിയുണ്ട്. അത് പെഗ്ഗി ഫൂ എന്ന് പറയാ. ഈ യെല്ലോ ഇതും ഫ്രീക്വന്റ് തന്നെ. അത് അതിനെ പറയുന്നത് കുൽത്താന ഗോൾഡ്. അതിന്റെ മുന്നില് ലിയോപോഡ് കുൽത്താന ഗോൾഡ് അതൊക്കെ ഭയങ്കര പാടത് പറയാനായിട്ട്. പക്ഷെ ഇത് നല്ല ഒരു പൂവില് വേറെ എന്തൊക്കെയോ ഒരു വേണ്ട മൊത്തത്തില് കാണാൻ ഭംഗിയാ. വലിയ പൂവ്, ഭയങ്കര കളർ ഷെയ്ഡുകള്, വളരെയധികം ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി വേണ്ട കളക്ഷൻ ഇരിക്കട്ടെ. ഇതാണ് റെഡ് എന്ന് പറയും. റെഡ് ഭയങ്കര കടുത്ത റെഡ്, ഫ്രീക്വന്റ് ബ്ലൂമിങ്. ഓരോ ലീഫിന്റെ ഉള്ളിൽ നിന്നും ഇത് ഫ്ലവർ വരും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് ഇതുണ്ട്, അമിക്കാസ ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്. അങ്ങനെ ഫ്രീക്വന്റ് ഓരോ ലീഫിൽ നിന്നും ഫ്ലവർ വരുന്ന ഒരുപാട് വാൻഡകൾ ഇതിലുണ്ട്. അത് 4 ദിവസം കഴിയണം ആ കളറിലേക്ക് വരണം. ലൈറ്റ് കളറാണ്. പിന്നെ അത് ഇതായിട്ട് ഇത് തന്നെയാണ് ഈ റെഡ് ആയിട്ട് മാറുന്നത്. ആ കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. അത് വിരിഞ്ഞൊരു 4 ദിവസം കഴിയണം ആ കളറിൽ. ഈ ഒരു പൂവൊക്കെ നമുക്ക് വിരിഞ്ഞാൽ എത്ര ദിവസത്തേക്ക്? 2 മാസത്തോളം. പിന്നെ നിക്കണേന്റെ ദിവസം എന്ന് പറയുന്നത് ചെടി എത്ര ഹെൽത്തി ആവണോ, ചെടിയിൽ എത്ര റൂട്ട്സ് ഉണ്ട്, അത് ഹെൽത്തി ആണോ, അതിനനുസരിച്ചൊക്കെ ഇരിക്കും. പിന്നെ ഒരുപാട് ഫെർട്ടിലൈസർ ഒക്കെ അതുമ്മ കൊണ്ടടിച്ചാൽ പെട്ടെന്ന് വാടി. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആയാൽ അത്
കുറച്ചുകൂടെ ലാസ്റ്റ് നിൽക്കണ സ്ഥലത്തിന്റെ നമ്മൾ കെയർ ചെയ്യണതിന്റെ അനുസരിച്ചിരിക്കും അതിന്റെ ഇത്. അങ്ങനെയൊക്കെ നോക്കിയാൽ 2 മാസം ഒരു കൊല പോകുന്നു. ഇത് ചായോപ്രായ വൈറ്റ് എന്തോ ആണ്, എനിക്ക് മനസ്സിലായിട്ടില്ല. ഭയങ്കര ഭംഗിയത്. അതും ഫ്രീക്വന്റ് ബ്ലൂമിങ് ആണ്. മൊക്കാർ അതൊക്കെ ഇപ്പൊ അത്യാവശ്യം കുറച്ച് സെയിലിനുണ്ട്, അധികമൊന്നുമില്ല. സ്റ്റോക്കൊക്കെ നമുക്ക് എങ്ങനെയാ ഇവിടെ വന്ന് വാങ്ങലാണോ അതോ ഓൺലൈൻ സെയിൽ? ഓൺലൈൻ ഉണ്ട്, പക്ഷെ എനിക്ക് ഓൺലൈൻ ചെയ്യുന്നതിലും ഇഷ്ടം ഓരോ കസ്റ്റമർ നേരിട്ട് വന്ന് കണ്ട് ബോധ്യം. പിന്നെ കൊറിയറിൽ അവർ കളക്ട് ചെയ്യാൻ താമസിച്ചാൽ അതല്ല, അവരുടെ മനസ്സിലുള്ളതാവില്ല ചിലപ്പോ ഞാൻ അപ്പൊ അയക്കും, അയക്കാതിരിക്കണില്ല. പക്ഷെ കൂടുതൽ താല്പര്യം ഇവിടെ വന്ന് കണ്ട് പ്ലാന്റ് കണ്ട് ബോധിച്ചിട്ട് എടുക്കണതാണ്. ഈ മഞ്ഞ ഇത് മൊക്കാറ തന്നെയാ, ജെൻഡാന എന്നാ കണ്ട പറയാ. അതും ഫ്രീക്വന്റ് ബ്ലൂമിങ്. ഇത് വേറൊരു പൂവാണല്ലോ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അത് ഈ തെങ്ങിന്റെ പൂക്കളെ പോലെ ലിറ്റിൽ ഫ്രാഗ്രന്റ് എന്ന് പറയുന്നത്. അത് അതെ, വേറെ കളർ നമുക്ക് വരണുണ്ടോ? ഇതിന്റെ വേറെ കളറിലില്ല, യെല്ലോ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. തെങ്ങിൻ കൊല പോലെ അതന്നെ, തെങ്ങിന്റെ പൂക്കൾ ചെറുതായി അങ്ങനെ വരും. വൈറ്റ് ഗ്രീൻ എന്ന് പറയും, ടെറൈറ്റ് വേണ്ടയില് വൈറ്റ് ഗ്രീൻ. പൂ കഴിഞ്ഞു, 3 മാസം കണ്ടായി അത് വിരിഞ്ഞു നിൽക്കുന്നു. ലാസ്റ്റ് സ്റ്റേജ് ആയി അത്. 3 മാസം. രണ്ടും അതന്നെ. റെഡ് ഒരു ആസ്കോസെന്റം ഫാമിലിയാ. ഭയങ്കര ഭംഗി അതിന്റെ ഉണ്ടാവണ, അതിന്റെ ബഞ്ചസ് നിക്കണാണ്. ഇത് അപ്പുറത്തിരിക്കുന്ന ഇത് ഒരേ ഇത് തന്നെയാണോ? അല്ലല്ല, ഇത് ഡോക്ടർ അനക്ക് ഓറഞ്ച് എന്ന് പറയും. ഡോക്ടർ അനക്ക് ഓറഞ്ച് അല്ല, ഇത് ഡോക്ടർ അനക്ക് ബ്രൗൺ. എനിക്കിപ്പോ എന്തോ പ്രായത്തിന്റെ അറിയില്ല, മറവി വരുന്നുണ്ട്. എപ്പോഴും പറഞ്ഞിരുന്നതായാലും ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോകും. ഈ മഞ്ഞ ഇത് ജിൻഡാന മൊക്കാറ, ഫ്രീക്വന്റ് ബ്ലൂമിങ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. അത് ടെറൈറ്റ് വേണ്ട. ടെറൈറ്റ് വേണ്ടയില് ലൈറ്റ് വയലറ്റ് ഒക്കെ പല പേര് അവര് ഒക്കെ പറയും. നമ്മള് എന്താ പറയാ, ഇതിന് പിന്നെ ഈ നനയൊക്കെ എങ്ങനെയാ വരണത്? നന ഇപ്പൊ എല്ലാം നന കഴിഞ്ഞു. നന ഞാനൊരു 3:30 ഇറങ്ങും. 3:30 ഇറങ്ങിയാലാണ് 7:30 ആകുമ്പോഴേക്കും നന കഴിയും. എല്ലാത്തിനും ദിവസവും നനയ്ക്കണം അല്ലേ? എല്ലാം നന്നായിട്ട്. ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, നന്നായിട്ട് നനയ്ക്കും. അല്ലെങ്കിൽ വാടി പോകൂലേ? വാടല്ല, ചെടിക്കൊക്കെ ക്ഷീണം പറ്റില്ലേ. ഇപ്പൊ നമ്മള് വെള്ളം കുടിക്കാതിരുന്ന അത്രയും ക്ഷീണം ഉണ്ടാവും. വളപ്രയോഗമോ? ഞാൻ ആഴ്ചയിൽ 3 വളെങ്കിലും കൊടുക്കും. ഓർഗാനിക്കും കൊടുക്കും, NPK കൊടുക്കും. പിന്നെ വരുന്നത് ഫംഗസ് ആണ് പ്രശ്നം. 15 ദിവസം കൂടുമ്പോ ഫംഗിസൈഡ് അടിക്കും. അത് നിർബന്ധമായിട്ടും അടിച്ചിരിക്കണം. മഴയായാലും വെയിലായാലും. ഈ ഫംഗസ് വന്ന് പെട്ടിട്ടല്ല അടിക്കണ്ടേ, വരാതിരിക്കാനുള്ള പ്രിക്കോഷനാണ് ഈ 15 ദിവസം ചെയ്തോണ്ടിരിക്കുക. അല്ലാതെ ഇനിയിപ്പോ രോഗം വന്ന് കണ്ടിട്ട് അടിക്കല്ല ചെയ്യുന്നത്. അതൊരു 7-8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 7-8 വർഷമൊക്കെ ഇത് കട്ട് ചെയ്തില്ല, അത് അവൻ അങ്ങനെ അങ്ങോട്ട് നിർത്തി. അത് മൊക്കാറയാ. മൊക്കാറയില് പിങ്ക്. ഇപ്പുറത്തെ ടെറൈറ്റി ആട്ടാ. അത് ടെറൈറ്റി. അതൊക്കെ വലിയ പൂവാണ്. വലിയ പൂ 7-8 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെമ്പരത്തി പൂവിന്റെ എത്ര ഉണ്ട്? അതുണ്ട്. ഇതിനെ ബുഹൂനിയാന്ന് പറയും, ബാഹുനിയാന്ന് പറയും. കറക്റ്റ് എനിക്കറിയില്ല, എന്നാലും സംഭവം കൊള്ളാം. ക്രീപ്പറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വർഷത്തില് 2 മാസം കാണാൻ ഇത് ഫ്ലവർ ഇല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഇത് ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടാവും. നിറച്ച് ഇതുപോലെ ഇതായിട്ട് വരും. സൂര്യപ്രകാശം കൂടെ വരുമ്പോഴത്തേക്കും നല്ല വെയിൽ വേണം. ഇതിനാവശ്യം ബോഗൻവില്ലയുടെ പോലെയാ, നല്ല നേരിട്ടുള്ള സൺലൈറ്റ്. 2 മാസം ഒഴികെ എല്ലാ സമയവും പോകും. ഏറെക്കുറെ ഉണ്ട്. ഡാൻഡ്രോബിയൻ സെക്ഷനാണ്. ഇതിപ്പോ ഇത്തിരി മോശമായിട്ടിരിക്കുന്നു. ഒക്കെ റീപ്ലാന്റ് ചെയ്തു ഞാൻ. പഴയ വേരൊക്കെ വെട്ടിക്കളഞ്ഞ് പുതിയതാക്കി. അപ്പൊ ഒരിത്തിരി പണ്ടത്തെ പോലെ അങ്ങോട്ട് ആക്കല്ല, പക്ഷെ ഇപ്പൊ നല്ല ഷൂട്ടുകളൊക്കെ വന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കരുത്തായി വരുന്നു. നല്ല നല്ല കണ്ടാവും, നല്ല ഹെൽത്തി ഷൂട്ടൊക്കെ ഇതൊക്കെ കണ്ട. അങ്ങനെ ഇപ്പൊ വരുന്ന ഷൂട്ടുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് റീപ്ലാന്റ് ചെയ്ത് വേരൊക്കെ റെഡിയായി പുതിയത് വന്നപ്പോ അവൻ നല്ല ഗ്രോത്തിൽ വരുന്നത്. ഒരു
4-5 മാസം കൊണ്ട് നല്ല പ്ലാന്റുകളായി മാറും അത്. പിന്നെ ഫുള്ള് കരിയില ഞാൻ വെക്കണേ, ചകിരി ഒട്ടും തൊടിയിക്കണില്ല. കരി മാത്രമാണല്ലേ? കരിയില് ആയാലും എന്താ കുഴപ്പമെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് സ്ലോ ആയിരിക്കും. കരി മാത്രം വെക്കുമ്പോ ചകിരിയിൽ വെക്കുന്ന അത്രയും ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടില്ല. പക്ഷെ കരിയിൽ പിടിച്ചു കിട്ടിയ അവൻ ഏത് മഴയത്തും അതിജീവിക്കും. മഴക്കാലത്ത് നമുക്ക് പേടിക്കണ്ട, ചീഞ്ഞു പോവും, അല്ലെങ്കിൽ ഫംഗല് കടക്ക വരും, ചീഞ്ഞളിഞ്ഞിട്ട്. അതൊന്നും കരിയിൽ വെച്ചാൽ ഉണ്ടാവില്ല. പക്ഷെ ഗ്രോത്ത് ഇത്തിരി സ്ലോ ആയിരിക്കും. ചകിരിയില് ഫാസ്റ്റ് ഗ്രോത്തിങ്. പക്ഷെ പിടിച്ചു കിട്ടിയാ പിന്നെ അവൻ എത്ര കാലം ഒരു പോട്ടിരുന്നാലും അതിന് കേടുവരും. ഇതൊക്കെ ഓരോ വെറൈറ്റി. സ്റ്റാർ 46 ഒരുപാട് വെറൈറ്റികളുണ്ട്. നമുക്കിപ്പോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓർക്കിഡ് ഏകദേശം എത്ര വെറൈറ്റി ഉണ്ടാവും? ഓർക്കിഡ് ഒക്കെ ഒരു 10-500 വെറൈറ്റി അധികം ഉണ്ടാവുള്ളൂ. അതിന്റെ എല്ലാം തൈയുണ്ട്. തൈ ഇല്ല ഇവിടെ, ഒക്കെ ഇതുപോലെ തൈ വിൽപ്പന ഇല്ല. എല്ലാം മെച്ചേർഡ് പ്ലാന്റ് ഫ്ലവറിങ് ആയതാണ്. ഇപ്പൊ ഞാൻ ഡെൻഡ്രോബി അങ്ങോട്ട് അത്ര അങ്ങോട്ട് ഒന്ന് സ്റ്റഡി ആവട്ടെ എന്ന് വെച്ചിട്ടാ. ഇതും ഒരു കുറെ വർഷം എത്തിയ ഒരു കട, അതിന്റെ ഉള്ളൊന്ന് കാണിച്ചു വൈറ്റ് പോട്ടില് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ ആ ഭംഗി അടിപൊളിയാ. പൂവും ചെറിയ ചെറിയ ഒരുപാട് പൂക്കളാണ്. ഇത് ഒരിക്കൽ നിറയായിരുന്നു, 12 കൊല പൂവൻ കണ്ടായിരുന്നു. ഇപ്പൊ അത്ര അധികം നീളത്തിൽ വന്നിട്ടില്ല. ആദ്യം വന്നതൊക്കെ വലിയ വലിയ കൊലകളായിരുന്നു. ഇതൊരു എത്ര വർഷം പഴക്കം ഉണ്ടാവും നമുക്ക്? ഇതൊരു 6-7 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അതെ. ബോഗിൻവില്ല സെക്ഷൻ ആണ്. ഇത് വേറൊരു സെക്ഷൻ. അതിന് ഈ ഫ്രണ്ടില് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്ലെയിൻ ആയിട്ട് കിടക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, അഞ്ചേച്ചി ഇത് എന്തെങ്കിലും ബോഗിൻവില്ല വെക്കി. ആദ്യം ഉണ്ടായിരുന്നു എനിക്ക് ബോഗിൻവില്ല, വെറൈറ്റീസ് ഇപ്പൊ കംപ്ലീറ്റ് വെറൈറ്റീസ്. ഇത് മാജിക് ലവ്, ഇത് സുവർണ, ഇത് ഫോക്സ് ടെയിൽ. ഇത് സുവർണ അല്ലേ? സുവർണയും ഫോക്സ് ടെയിലും ഏറെക്കുറെ സെയിം പോലെ. പക്ഷേ മഞ്ഞ കളർ കൂടുതൽ സുവർണ. പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടം ഫോക്സ് ടെയിലാണ്. ഫോക്സ് ടെയിൽ യെല്ലോ ആണോ വൈറ്റ് ആണോ? ഇത് യെല്ലോ വൈറ്റും മിക്സ്. അത് അതെ. ഫോക്സ് ടെയിൽ അടിപൊളി. ആ വെയിലും കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര ഒരു രാവിലേക്ക് അണിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ഒരു മഞ്ഞ് പെയ്യുമോണം തോന്നുന്നു കാണുമ്പോ. നല്ല വൈബ്രന്റ് കളർ. അതന്നെ ഫോക്സ് ടെയിൽ അല്ലേ? ഫോക്സ് ടെയിൽ. ഇത് ഫുള്ള് അടർന്ന. കളർ ചേഞ്ച് വരുമല്ലോ. അതിന്റെ പൂ കഴിയാറായി, പൂ കഴിഞ്ഞു തുടങ്ങി. ആദ്യം വിരിയുമ്പോ അടർന്ന മഞ്ഞയല്ലേ? അതോ ആദ്യം വിരിയുമ്പോ ഇങ്ങനെ ഇത്രയും ഡാർക്കിൽ വന്നിട്ടാണ് പിന്നെ മഞ്ഞയായിട്ട് പോണേ? ആദ്യം വിരിയുമ്പോ ഇത് പല ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെയിലിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചോ എങ്ങനെയോ പല. അത് തീരാറായ സ്റ്റേജ്. നല്ല ഡാർക്ക് പോകാറാകുമ്പോഴത്തേനും കുറച്ചൊന്നും മങ്ങും. ഇത് മഹാറാണിക്ക് 2 കളറാണ്. 2 കളർ കായ് വരണുള്ളൂ പൂക്കള്. ഇത് ചെറിയ പൂവിൽ തന്നെ 2 ഷെയ്ഡ്. 2 ഷെയ്ഡില് തുമ്പത്തൊരു പീച്ച് വരുന്നുണ്ട്. ഇത് സ്പ്ലാഷ് അല്ലേ? വെരിഗേറ്റഡ് തിമ റെഡ് എന്നാ കണ്ട പറയുന്നത്. സ്പ്ലാഷ് അല്ല, തിമ റെഡ് എന്നാ പറയുന്നത്. തിമയുടെ തന്നെ 2 കളർ, ഡബിൾ കളറാണ് ഇതില്ലേ? ഇത് റെഡ്, അതിനെ തിമ റെഡ് എന്നാ പറയുന്നത്. ഇത് തിമ ഡബിൾ കളർ. ഇത് ഡബിൾ കളർ. ഇത് ഗോൾഡൻ റാവു. അത് 3 അത് തന്നെ കേട്ടാ. അതെ. പക്ഷെ ഇതിന് ഇതുണ്ടല്ലോ കളർ ചേഞ്ച് ഉണ്ട്. ഇതിനും വരുന്നുണ്ട്. ഇത് ഗോൾഡൻ റാവു ആണല്ലേ? ഇതൊക്കെ നല്ല അടിപൊളി കളറാല്ലേ? ഗോൾഡൻ റാവു. അടർണയിൽ തന്നെ പറഞ്ഞ ഒരു യെല്ലോ അല്ലേ? അതിന്റെ ഒരു എന്തോ ഒരു വകഭേദാണ്. ചെറിയൊരു പിങ്ക് കളർ ഉണ്ടല്ലോ അത് ഇങ്ങനെ പൂവ് വിരിഞ്ഞു വരുമ്പോ അങ്ങനെ ആവുന്നുണ്ട്. സാധാരണ യെല്ലോ അല്ല അത്. ഇതും പൂവ് കഴിഞ്ഞു തുടങ്ങി. ഇത് റെഡ് വയലറ്റ് സെപ്റ്റംബർ. ഫാമിലിയിൽ തന്നെ ചിത്രയിൽ തന്നെ ഒരുപാട് ഗോൾഡൻ സൺഷൈൻ എന്നും പറയുന്നുണ്ട്, ചിത്ര ഫാമിലി എന്നും പറയുന്നുണ്ട്. അതിനെ അതിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. ഇത് 3 സ്റ്റാർ എന്ന് പറയുന്നത്. ഓരോരുത്തരും ഓരോ പേരിടുന്നുണ്ട്. നമുക്ക് ഇനി കറക്റ്റ് വലിയ ഗന്ധമില്ല. ഇതൊക്കെ ഫ്ലെയിം റെഡ് എല്ലാവർക്കും സുപരിചിതം. ഫയറോപ്പാലൊക്കെ കോമൺ ആയി.
ഇത് ഫ്ലെയിം റെഡ്, അത് ഫയർ ഒപ്പാല്. അതെ, ഇതൊക്കെ ഈ ഗോൾഡൻ സൺഷൈൻ്റെ വകഭേദങ്ങളൊക്കെ. അതെ, ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂവാട്ടോ. അത് വെറൈറ്റി ആണല്ലോ. വൈറ്റിന്റെ പിങ്ക് അല്ലേ? പിങ്ക്. ഇത് അടിപൊളിയാ. വയലറ്റ് ഇത് ഒരു നാടൻ വെറൈറ്റി, പക്ഷെ നല്ല വെറൈറ്റി പൂവാണല്ലോ. അതന്നെ, കാണാൻ ഭംഗിയുണ്ട്. വൈബ്രന്റ് കളർ. അതന്നെ, കാണാൻ ഭംഗിയുണ്ട്. ഇത് നാടനല്ലേ? ഇത്തിരി നാടൻ മിക്സ് ആണെന്ന് തോന്നുന്നു അത്. ഇതൊക്കെ നമ്മുടെ ചില്ലി റെഡ്. ഇതിന്റെ പൂ കഴിഞ്ഞു. ഒരു പൂ ഉണ്ടല്ലോ, അതിന്റെ പേര് വീര പിങ്ക്. വീര പിങ്ക് അല്ലേ? ഒരു നല്ല അടിപൊളി നിറച്ചായിരുന്നു. വേണ്ട, ഇതൊക്കെ പൂ കഴിഞ്ഞ് ഇതാ. ഫയറോപ്പാലം. ഇത് ടാങ്ലോങ് റെഡ്. ടാങ്ലോങ് റെഡ് അത് ഇച്ചിരി വലിയ ചെടിയായി. കുറ്റി കൊടുത്തേക്കുന്നത് എന്തിനാ, അവനൊന്ന് ഷേപ്പ് ആക്കണം. അതിന് ഈ കുറ്റി കൊടുത്തേക്കണം. അതന്നെ ടാങ്ലോങ് റെഡ്. ടാങ്ലോങ് ഫുള്ള് വിരിയത്തുമില്ലല്ലോ. നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്തോ പേരും കൂടി ഉണ്ട്. അതന്നെ, സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ പേര് മറന്നു. എന്തോ ഒരു ഇത് ചില്ലി. ഇത് ചില്ലി അല്ലോ, ഇത് ബ്രിസാ റെഡ്. പെട്ടെന്ന് മനസ്സിലായല്ലോ. ഇതും വലിയ പ്ലാന്റ്. ബ്രിസാ റെഡ് ഇപ്പൊ കുറച്ച് സ്ഥലത്ത് കണ്ടു. ഇതിനെല്ലാം വലിയ പ്ലാന്റ് കണ്ട. ഇത് ഈ നമ്മുടെ മുളമൂട്ടിൽ ഗാർഡൻ, അവിടെ ഭയങ്കര അവിടെ ഒരു വലിയ വലിയ ബ്രിസാ രണ്ടെണ്ണം ഉണ്ട്, ഇത്ര തൂറ് പോലെ ഉണ്ട്. അതൊക്കെ അവരെന്തോ എനിക്ക് കൊടുക്കാവോ. ഇത് ഫ്ലെയിം റെഡ്. ഇത് തിമ്മ തന്നെയാണ്. ഇത് തിമ്മ പിങ്ക്. ഇവിടെ വേറെ ഒരെണ്ണിരിക്കുന്നുണ്ട് നിറച്ച് പൂവായിട്ട്. വലിയ പ്ലാന്റും പിന്നെ കണ്ട ഇങ്ങനെ നിറഞ്ഞുണ്ടാവും. അടിപൊളിയായിട്ടുണ്ട്. നിറച്ചുണ്ടാവും. ഞാനിതൊക്കെ നമുക്ക് ഹൗസ് വാമിങ്ങുകാർക്കേ ഇതിൽ ഹൗസ് വാമിങ്ങുകാർക്ക് ഇത് കൊണ്ടുപോയി ഇതൊന്നും ചെയ്യണ്ട. ചട്ടി അടക്കം അങ്ങനെ കൊണ്ടുവച്ചാൽ മാറ്റി ഏതോ ഫാമിലി പോട്ടാണ് ഇതൊക്കെ. ഈ പോട്ട് ഫാമിലി പോട്ടാണ്. അപ്പൊ അവർക്ക് ഒന്നും ചെയ്യണ്ട. പിന്നെ ചെളിമണ്ണല്ല ഞാൻ ഇട്ടേക്കണേ. ഇത്തിരി കോസ്റ്റ് ഇവിടെ കൂടും, കാരണം എന്റെ പോട്ട് പിന്നെ നല്ല പുഴമണലും ചുമന്ന മണ്ണും മിക്സ് ചെയ്തിട്ടാണ്. അത് മണലിന്റെ കടയിൽ കൂടുതൽ ഉപയോഗിക്കാം. അപ്പൊ മഴക്കാലത്തും ഈ പോട്ടുകളൊക്കെ ഹൈബ്രിഡ് ആയാലും നിലത്തിരുന്നാലും ഒരു കേടും വരില്ല. അല്ല, ഇതിലിരുന്ന മഴ കൊണ്ടിരുന്നാലും ഇരുന്നാലും കേടുവരില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വാർന്നു പോകും. പിന്നെ ചെളിമണ്ണ് ഒട്ടൂല, കെട്ടി നിൽക്കില്ല, പിന്നെ അധികം നീർവാർച്ചയുണ്ട്. അതിനാണ് ഈ മണൽ ഉപയോഗിച്ചേക്കണേ, പുറത്താക്കി. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് അവനെ ഈ മതിലിനേലും മോളിലേക്ക് അടുത്ത വർഷത്തേക്ക് നല്ല രസമായിരിക്കും കാണാൻ. എല്ലാം മോളിലേക്ക് ആക്കാം. അത് ചില്ലി റെഡ് അല്ലേ? അത് ചില്ലി റെഡ്. ഇതും വെരിഗേറ്റഡ് ആണല്ലോ. ഇതും ഒരു നല്ല കളറാ. ഇതിന്റെ പൂക്കള് കണ്ട. ഇതിന്റെ പേര് മറന്നു. നല്ല ഭംഗിയുള്ള പൂവാ കണ്ട. ഇതും പല കളറുകൾ, ഒരു പ്രത്യേകതയുണ്ട്. ഇത് ചില്ലി ഐസ്ക്രീം അല്ലേ? അത് ചില്ലി ഐസ്ക്രീം. എണ്ണയിൽ നല്ലോണം തനിക്കറിയാലോ. ഞാൻ പോയി അവിടെ ഇവിടെ പഠിച്ചു. സിംഗപ്പൂർ പ്രിന്റ് നല്ല ഭംഗി. ഞാൻ ഇവനെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേക്ക. ഒന്നാമത്തെ ലീല നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവനെയൊക്കെ ഇങ്ങനെ ഇത്ര ഹൈറ്റിലാക്കിയിട്ട് വിരിഞ്ഞോട്ടെ. ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. നിറച്ചു പോകുന്നുണ്ടല്ലേ. അവനൊക്കെ ഇറക്കി വെച്ചപ്പോ ഒരു ക്ഷീണുണ്ട്. ഞാൻ അതൊക്കെ കഴിയണം. ഇതും വെറൈറ്റി ആണല്ലോ. ഇതൊക്കെ ചിത്ര ഫാമിലിയിൽ അതിന്റെ കളർ ഷെയ്ഡ്.